ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, ആദ്യമാസത്തിൽ അമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് രേവതിയെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു വിട്ടത്, എന്നിട്ട് എന്താ ഈ പെണ്ണിനെ എവിടെ നിർത്തിയിരിക്കുന്നത്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് അമ്മ വീടില്ല, അച്ഛനുള്ളത് മലേഷ്യയിലാണ്, അവിടേക്കൊന്നും പെട്ടെന്ന് പോവാൻ പറ്റില്ലല്ലോ. അപ്പോൾ സച്ചി ദേഷ്യത്തോട് പറയാണ്, ഓഹോ, ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവള് കാട്ടിലും മലയിലും ഒന്നും അല്ലല്ലോ താമസിച്ചിരുന്നത്, ഒരു വീട്ടിൽ തന്നെയല്ലേ, അവിടെ പോയി താമസിക്കാലോ. അത് കേട്ടത് ചന്ദ്രക്ക് ശരിക്കും ടെൻഷൻ ആവുകയാണ്. ചന്ദ്ര രവിയോട് പറയുന്നുണ്ട്, രവിയേട്ടാ ഇവനോട് പോയി കിടന്ന് ഉറങ്ങാൻ പറ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ആടി മാസത്തിൽ പെണ്ണിവിടെ നിന്നാ ദോഷം വരുമെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞത്, എന്നിട്ട് ഒരു മരുമകളെ പറഞ്ഞു വിട്ടിട്ട് മറ്റൊരു മരുമകളെ കെട്ടിപ്പിടിച്ച് നിർത്തുക അല്ലേ? ആടി മാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, അതുകൊണ്ട് രേവതിയെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയ്ക്ക് കോൾ ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ? ചന്ദ്ര ആകെ പ്രശ്നത്തിലായി നിൽക്കുകയാണ്. ആ രവി അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സച്ചി ഒതുക്കിയാണ്, അല്ല അച്ഛാ ഇവര് തന്നെയല്ലേ ഫോൺ ചെയ്തത്? ആ, അതെ 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 അതെ, അതും രാത്രി 1 മണിക്ക്. ചന്ദ്ര ദേഷ്യത്തോടെ അയാളെ നോക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതെ, അപ്പൊ ഇവക്കെന്താ പ്രത്യേകത? ഇടവ മാസത്തിൽ ഇവൾക്ക് കുഞ്ഞു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലേ? അപ്പൊ ശ്രുതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ദേ സച്ചി, ഇവൾ ഇവിടെ തന്നെ നിൽക്കും, അതിന് നിനക്കെന്താടാ? ശ്രുതി, ഇവൻ പറയുന്ന ഒന്നും കാര്യാക്കണ്ട, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സച്ചി മുന്നിൽ വന്നിട്ട് തടസ്സം നിൽക്കുകയാണ്. അയ്യടാ, അത് നടക്കില്ല മക്കളെ, ആടി എല്ലാവർക്കും ഉണ്ട്, രേവതിയും ഞാനും പിരിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളും പിരിഞ്ഞിട്ടാ. സച്ചി തീർപ്പ് കൽപ്പിക്കുകയാണ്. ആകെ പെട്ട അവസ്ഥയിലായി ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഒക്കെ. ശ്രുതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സച്ചി നീ മാറിക്കേ, ഈ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്ക്. സച്ചി വിട്ടുകൊടുക്കാൻ ഭാവയില്ല. അപ്പോഴേക്കും ചന്ദ്ര രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ശ്രുതി, നീ പോയി കിടക്ക്, ഉറങ്ങാൻ നോക്ക്. അമ്മയുടെ കൽപ്പന കേട്ടപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാണ്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി അമ്മേ. ശ്രുതി നീ വാ. അപ്പം ശ്രുതിയും പുഞ്ചിരിച്ചുകൊണ്ട് ശ്രുതിക്കൊപ്പം പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിൽക്ക്, ശ്രുതി ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം കിടക്കട്ടെ. ഏ അമ്മേ, ശ്രുതി ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അത് കേട്ടത് സച്ചിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പം ചന്ദ്ര ശ്രുതിക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, സച്ചിയെ പറ്റിക്കാനാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പം ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അത് വേണോ അമ്മേ? ഇവക്ക് ആടിയില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ മലേഷ്യക്കാരിക്ക് എന്താടി? അയ്യടാ, സച്ചി കളിയാക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, നീ പോടാ, നീ പോയി കിടന്ന് ഉറങ്ങ്. അപ്പോൾ രവിക്ക് ചന്ദ്രയുടെ ഐഡിയ ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. രവി അങ്ങോട്ടേക്ക് പോയപ്പോൾ ശ്രുതി അവസാന ശ്രമം എന്നോട് ചോദിക്കുകയാണ്, അല്ല അമ്മേ, അപ്പം അച്ഛൻ എവിടെ കിടക്കും? എവിടെയെങ്കിലും കിടക്കട്ടെ, ചന്ദ്ര പറയാണ്. അപ്പം ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അമ്മേ പാവം അച്ഛൻ, ശ്രുതി എൻ്റെ കൂടെ കിടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അച്ഛന് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ പോടാ. എന്നിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ശ്രുതി സങ്കടത്തോടു കൂടി ശ്രുതിയുടെ ആ പോക്ക് നോക്കി നിൽക്കുകയാണ്. ശ്രുതിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് ചന്ദ്രയുടെ മുറിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ ആ പെണ്ണിൻ്റെ വീട് മലേഷ്യയിലായതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റില്ല, അമ്മയുടെ വീട് ഇവിടെ അടുത്തല്ലേ അച്ഛാ, പോരാത്തതിന് ആടി മാസവും, അമ്മയെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടരുതോ? അപ്പം രവി സച്ചിയെ നോക്കുകയാണ്, ഡാ നീ പറഞ്ഞത് അവൾ കേൾക്കണ്ട, അല്ല അമ്മ 1 മാസം വീട്ടിലില്ലെങ്കിൽ അച്ഛന് സമാധാനത്തോടെ കഴിയാലോ, അതുകൊണ്ട് പറഞ്ഞതാ. അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്, അച്ഛാ ഇനിയൊരു ആടിമാസം വരണമെങ്കിൽ കൊല്ലം 1 കഴിയണം, കിട്ടിയ ചാൻസ് കളയലേ അച്ഛാ, അതുകൊണ്ട് പറഞ്ഞു വിട്. അപ്പം രവി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്ന് സച്ചി, നീ വല്ലതും കഴിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അച്ഛൻ ആലോചിക്ക്. ആ വേണ്ടെങ്കിൽ വേണ്ട. സച്ചി മുകളിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്ത് കഷ്ടം നോക്കണേ. അയാൾ അവിടുന്ന് പോയപ്പോൾ സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ശ്രുതിയെ തല്ലിയിട്ട് പറയാണ്, ഡാ നീ എന്താടാ ഷുഗർ പേഷ്യൻസ് സ്വീറ്റ്സ് കടയുടെ മുന്നിൽ നിൽക്കുന്ന പോലെ നോക്കി നിൽക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. പക്ഷേ ശ്രുതി തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ അവനാകെ സങ്കടമാവുകയാണ് ശ്രുതി പോയത് ആലോചിച്ചിട്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഹോ അവനിട്ടൊരു പണി കൊടുത്തപ്പോൾ ഒരു സന്തോഷം. ആ സമയത്ത് രവി വാതിലും കൂടി അടക്കുന്നത് കണ്ടതോടെ ശ്രുതി സങ്കടത്തോടെ തിരിച്ച് മുറിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സച്ചി കുളിച്ച് മാറ്റുകയൊക്കെ ചെയ്തിട്ട് മുറിയിൽ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവനെന്തോ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് നേരം തലയണ കെട്ടിപ്പിടിച്ചിരുന്ന് നോക്കി. അവസാനം ഫോണെടുത്ത് ഗെയിം കളിച്ചു നോക്കി, അതും നടക്കുന്നില്ല. അവസാനം ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങാൻ കിടന്നു. കുറച്ചു നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ഉറക്കം വരുന്നില്ല. വീണ്ടും എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടതിന് ശേഷം സച്ചി ഇങ്ങനെ ബെഡിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് രേവതിയായിട്ട് ഒന്നിച്ച ആ ഒരു നിമിഷത്തെക്കുറിച്ചും അതുപോലെ രേവതിക്ക് അന്ന് സുഖയില്ലാതിരുന്ന സമയത്ത് അവൾ വന്ന് തന്നെ കെട്ടിപ്പിടിച്ചതൊക്കെയാണ് അവന് ഓർമ്മ വരുന്നത്. സച്ചി ഉറങ്ങാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. ആ സമയത്തൊക്കെ രേവതിയുടെ മുഖവും അവൾ പറഞ്ഞ വാക്കുകളൊക്കെയാണ് അവന് ഓർമ്മ വരുന്നത്. എന്നെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? രേവതി സങ്കടത്തോടെ ചോദിച്ചതും അതിനുശേഷം യാത്ര പറഞ്ഞ് മിഴികൾ നിറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ സച്ചിക്ക് വീണ്ടും ഓർമ്മ വരികയാണ്. അവസാനം അവിടെ കിടന്ന ഉറക്കം വരില്ല എന്ന് മനസ്സിലായതുകൊണ്ട് സച്ചി പായയും തലയണയും എടുത്തിട്ട് വാർപ്പിന് മുകളിലേക്ക് പോവുകയാണ്. അവിടെ പായൊക്കെ വിരിച്ചിട്ട് ഇരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വരുന്നത്. സച്ചേട്ടാ മുറിയിൽ എന്തു പറ്റി, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ശ്രീ ചോദിക്കുകയാണ്. മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നീ ഭക്ഷണം കഴിച്ചാ?
ശ്രീയോട് ചോദിക്കുകയാണ്. ആ, ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു. ഭാഗ്യവാൻ. ഇവിടെ കരിങ്കല് പോലത്തെ ഉപ്പുമാവാ. ഞാനെങ്ങും കഴിച്ചില്ല, പഴം കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നീ എന്താ ഇവിടെ? നിന്റെ ഫോണിന് താഴെ സിഗ്നൽ കിട്ടുന്നില്ലേ? സിഗ്നലൊക്കെ കിട്ടിയിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു. ശബ്ദം താഴ്ത്തി ശ്രീകാന്ത് പറയാണ്. എന്താ? സച്ചി ചോദിക്കുകയാണ്. അത് ഫോൺ റെസ്റ്റോറൻറ്റിൽ മറന്നു വെച്ചു എന്ന് പറയുമായിരുന്നു. ആ, അല്ല, ഏട്ടനെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ തനിയെ ആയതുപോലെ തോന്നുന്നടാ. ബെഡ് കണ്ടാൽ ഞാൻ ഉറങ്ങിപ്പോവും, പക്ഷേ ഇന്നെന്തോ ഉറക്കം വരുന്നില്ല. അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകാന്തും പറയുന്നുണ്ട്, രേവതി ഏട്ടത്തി കൂടെ ഇല്ലല്ലോ, അതുകൊണ്ടാ തനിയെ ആയതുപോലെ തോന്നുന്നേ. ആ ശരിയാ, അവളുണ്ടായിരുന്നെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. മുറിയിൽ കയറിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊന്നുമില്ല. കുറേ നേരം സംസാരിക്കും, ഇല്ലെങ്കിൽ വഴക്കടിക്കും. അവളുമായിട്ട് സംസാരിക്കുന്നതും വഴക്കടിക്കുന്നതും ഒക്കെ ഒരു രസമാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. സച്ചി വിഷമത്തോടെയാണ് പറയുന്നത്. ശ്രീകാന്തിന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഏട്ടന് രേവതി ഏട്ടത്തിയോട് അത്രയേറെ പ്രണയം ഉണ്ടായിരുന്നെന്ന്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്തോ പോലെ തോന്നുന്നടാ. എന്താ തോന്നുന്നത്? ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റുന്നില്ലടാ. എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് കൂടെ ഇല്ലാതായ എന്തോ പോലെ ഇരിക്കില്ലേ? കാണാതിരിക്കുമ്പോൾ, സംസാരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നില്ലടാ. അതെന്താണെന്ന് പറയ്. ശ്രീകാന്ത് ചിരിച്ചോണ്ട് ചോദിക്കുകയാണ്. പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കൊന്നും മനസ്സിലാവില്ല. അടുത്ത് ഇല്ലാതിരുന്നാലും പ്രശ്നം, ഉണ്ടായാലും പ്രശ്നം അല്ലേ? ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. എടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. സച്ചിക്ക് വല്ലാതെ രേവതിയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നയാൾ പെട്ടെന്ന് മിണ്ടാതിരുന്നാൽ, അകലെയായാൽ മനസ്സിനൊരു ഫീലുണ്ടാവില്ലേ? നെഞ്ചിന്ന് ഒരു എന്താ പറയുക? സച്ചി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ മനസ്സിൽ അറിയാതെ വർഷയാണ് ഓർമ്മ വരുന്നത്. അവൾ അന്ന് പറഞ്ഞ ആ വാക്കുകൾ. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ ദിവസവും വിളിക്കുന്ന ഒരേയൊരു ഫ്രണ്ട് നീ മാത്രാ. എന്തോ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും സുഖവും തോന്നുന്നു. അപ്പോൾ ശ്രീ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നേ? ഫ്രണ്ട് മാത്രമല്ല, വളരെ നല്ല ഫ്രണ്ട്. ശ്രീ വർഷയെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. അവസാനമായിട്ട് അവൾ വിളിച്ച സമയത്തും അവൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടെയുള്ള കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവളാണോ വിളിക്കുന്നേ, നീ എന്താ ഫോൺ എടുക്കാത്തത്? നീ ചെല്ല്, അവനെ ഒഴിവാക്കുകയായിരുന്നു. അവൻ്റെ മനസ്സ് നിറച്ചു ആ സമയത്ത് വർഷയായിരുന്നു. അറിയാതെ അവൻ തന്നെ പറഞ്ഞു പോവാണ്, ശരിയാ, ഫീൽ ഉണ്ടാവും. പെട്ടെന്ന് സച്ചി ചോദിക്കുക, അത് നിനക്കെങ്ങനെയാണ് അറിയുന്നേ? അല്ല, അത് പിന്നെ ശ്രീകാന്ത് പരിങ്ങുകയാണ്. ആ, നിനക്കൊന്നും അറിയില്ല, സച്ചി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഈ ആടി മാസം ഏതവനാണോ കണ്ടുപിടിച്ചത്? സച്ചി പെറുവിറുക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ചിരി വരുന്നുണ്ടായിരുന്നു. ആടി മാസത്തിൽ തിരിഞ്ഞിരിക്കണം എന്നൊക്കെ പണ്ട് ഏതോ ഒരാൾ പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ഉറക്കം വരാത്തത് എനിക്കും. സച്ചി ഇങ്ങനെ പെറുവിറുക്കുന്ന കേട്ടപ്പോൾ ശ്രീകാന്ത് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. നോക്കുന്ന സമയത്ത് രേവതിയാണ്. അപ്പോൾ സന്തോഷത്തോടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നോക്ക്, 100 ആയുസാ, രേവതിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഹലോ രേവതി, ഇപ്പം നിന്നെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, തനിയെ സംസാരിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ശ്രീകാന്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അവനോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? അത് നീ അറിയണ്ട. അല്ല, നീ ഇപ്പം എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചു, ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഭക്ഷണം? പരിപ്പ് കറി, തോരൻ, അവിയൽ, പിന്നെ ചോറ്. എല്ലാം നീ ഉണ്ടാക്കിയതാണോ? അതെ. നീ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ, എനിക്കത് കഴിക്കാനുള്ള യോഗയില്ല. വയറ് നിറച്ച് കഴിച്ചതല്ലേ? എങ്കിൽ ശരി, കിടന്നുറങ്ങിക്കോ. നിങ്ങളെന്താ കഴിച്ചേ? എന്ത് കഴിക്കാൻ? ഉപ്പുമാവ് കരിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കഴിക്കും? ഒരു പഴവും കഴിച്ചു, കുറച്ച് വെള്ളവും കുടിച്ചു. സച്ചി പറഞ്ഞു കേട്ടപ്പോൾ രേവതിക്ക് സങ്കടമാവുകയാണ്. ഇപ്പം ടെറസിൽ വന്നിരിക്കുക. ടെറസിലോ? രാത്രി എന്തിനാ ടെറസിൽ പോയത്? ആ, വെയിൽ കൊള്ളാൻ. ഓ, ഇപ്പം നിങ്ങൾക്ക് നട്ടുച്ചയാണല്ലോ. എടി, എനിക്ക് മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നേ. ഇവിടെ കിടന്നാലെങ്കിലും ഉറക്കം കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രേവതി പറയുന്നുണ്ട്, മഴ വരും, അകത്ത് പോയി കിടക്ക്. ഏയ്, മഴയൊന്നും വരില്ല. ആകാശം തെളിഞ്ഞിരിക്കുക. ആകാശത്ത് ചന്ദ്രനെ കാണുന്നുണ്ട്. നല്ല നിലാവുണ്ട്. ഇന്ന് പൗർണമിയാണോ? അറിയില്ല. നല്ല നിലാവുണ്ടോ? ആ, നീ പുറത്തൊന്ന് ഇറങ്ങി നോക്കിയേ. നോക്കാം. രേവതി വേഗം മുറ്റത്തേക്ക് ഓടുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നേ? നിലാവ് കണ്ടിട്ട് വരാം അമ്മേ. അപ്പോൾ ദേവുവിനോട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ ഇവള് പറഞ്ഞിട്ട് പോയത്? നിലാവ് കാണാനോ? എന്താ ഇവൾക്ക് പറ്റിയത്? അപ്പോൾ ദേവു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സച്ചേട്ടനല്ലേ വിളിച്ചത്, എന്തെങ്കിലും പറ്റി കാണുമായിരിക്കും. അപ്പോൾ ലക്ഷ്മി ടെൻഷനോട് പറയുന്നുണ്ട്, അവന് വിളിക്കാൻ കണ്ടൊരു സമയം. രേവതി വേഗം പിന്നാമ്പുറത്തൂടെ മുറ്റത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് സച്ചിയോട് പറയുന്നുണ്ട്, ഹലോ, മുറ്റത്തേക്ക് ഇറങ്ങിയോ? കണ്ടോ? സച്ചി ചോദിക്കുകയാണ്. കണ്ടു, നല്ല നിലാവുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, നോക്ക്, നീ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ രണ്ടുപേരും ഒരേ ചന്ദ്രനെ കാണുന്നു, ഒരേ നിലാവ് കൊള്ളുന്നു. അതിനുശേഷം പ്രണയത്തോടു കൂടി രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കുകയാണ്. കുറേ സംസാരിച്ചതിന് ശേഷം രേവതി പറയുന്നുണ്ട്, സമയം എത്രയായി എന്നറിയോ? നിലാവിപ്പോൾ അസ്തമിക്കും.
ആ സമയത്ത് രേവതിയുടെ അമ്മ അകത്ത് നിന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. എങ്കിൽ പിന്നെ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും അവളെ യാത്രയാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫോൺ വെക്കാൻ രണ്ടുപേർക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പോകുന്നതനുസരിച്ച് രേവതി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പോട്ടെ, പൊയ്ക്കോ, ഞാനിതാ പോകുന്നു, പൊയ്ക്കോ. എന്നാലും താല്പര്യമില്ലാതെയാണ് ഫോൺ വെക്കുന്നത്. കോള് കട്ടായതിനു ശേഷം രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ എത്രത്തോളം പ്രണയമുണ്ട് എന്നുള്ളത്. പിറ്റേന്ന് നേരം വെളുത്തതിന് ശേഷം ശ്രുതി അമ്മയെയും മോനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അമ്മ നല്ല അവശയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചതിന് ശേഷം ശ്രുതിയോട് കുശലാന്വേഷണമൊക്കെ നടത്തുകയാണ്. കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു, കൺഗ്രസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആദ്യക്കുട്ടനോട് സ്കൂളിൽ പോകാത്ത എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനിന്ന് ലീവ് എടുത്ത് വന്നത് കാരണം അവൻ ഇന്ന് സ്കൂളിൽ പോയില്ല. അതിനുശേഷം കുറുമ്പോട് അവൻ പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് സൂചി വെക്കണ്ട, ഞാൻ സ്കൂളിൽ പോയിക്കോളാം. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വിമല, അതായത് ശ്രുതിയുടെ അമ്മയെ പരിശോധിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, പ്രഷറൊക്കെ വളരെ ലോ ആണ്, ഷുഗറും കുറവാണെന്ന് തോന്നുന്നത്, ഭക്ഷണമൊന്നും നേരത്തിന് കഴിക്കാറില്ലേ? ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ജോലിയും ആദ്യമോൻ്റെ കാര്യം നോക്കലും ഒക്കെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടർ തന്നെ ചോദിക്കുന്നുണ്ട്, കല്യാണി നിനക്ക് നീ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവരെയും കൂടെ കൂട്ടി കൊണ്ടുപോയിക്കൂടെ? കാരണം ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. കാരണം അവൾക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ ഉള്ളത്. ആ ഒരു അറിവ് അവർക്ക് ഡോക്ടർക്ക് അറിയില്ലല്ലോ. അങ്ങനെയുള്ളിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.